സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ കാണിക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് കോളിഫ്ലവറിൻ്റെ ആ പഴയ തൈൻ്റെ അകത്ത് മുളച്ച് വന്നിട്ട് ഞാനിവിടെ മുളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഇത് കണ്ട മുളപ്പിക്കാൻ വെച്ച തയ്യായി. ഇത് കണ്ട കോളിഫ്ലവർ. ഇതിനിടയ്ക്ക് കേബേജ് നട്ടു. ഇതിപ്പോൾ കോളിഫ്ലവറിൻ്റെ തയ്യാണ്. ഇതിപ്പോൾ ഞാൻ പറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് കണ്ട ഈ ബാഗിൽ മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. തൈ വേര് വന്നത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാ അങ്ങനെ വന്ന തൈ വേര് വന്നിട്ട് വേണ്ട തന്നെ വേര് വന്നിട്ടുണ്ട് തൈ വേണ്ട കണ്ടില്ലേ? ഇതാണ് വേര് വന്ന തൈ. ഇത് നമ്മൾ ഇനിയിപ്പം പറിച്ച് നടാനാണ് പോകുന്നത്. മറ്റേ ഇതിനിടയ്ക്ക് നട്ടത് ഇവിടെ കുറച്ച് ഇതിനിടയ്ക്ക് കേബേജ് നട്ടിനായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഉണ്ട്. ഇത് ഞാനിപ്പം താത്തു വെക്കണം. ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തിപ്പോൾ എന്തെല്ലാം ഇടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് കരിയിലിടണം. കുറച്ച് വാഴത്തടേൻ്റെ ഈ ഇല, ഉണങ്ങിയ വാഴത്തടേൻ്റെ കുറുക്കലേൻ്റെ ഇല, ഇതെല്ലാം ഇതിടുക. പിന്നെ കുറച്ച് വേണ്ട, കൂടുതൽ വേണ്ട. ഇതെല്ലാം ഇതിനകത്ത് തട്ടിയിട്ടതാണ്. വളമാണ്, കമ്പോസ്റ്റ് വളമാണ്. ഒരുപാട് വളങ്ങളും എല്ലാം ഇട്ട് കൊടുക്കണം. അതിന് ഇത് കണ്ടില്ല, കാട് വായിക്കി കൂട്ടിയതാണ്. ഇത് സീമക്കൊന്നയാണ്. ഈ പുല്ല് വായിക്കി കൂട്ടിയതാണ്. മുറ്റത്തെ ആ പുല്ല് ആർന്ന് വായിക്കി കൂട്ടിയതാണ്. ഇതും കൂടി ഞാൻ കുറച്ച് ഇതിനകത്ത് വെച്ച് കൊടുക്കട്ടെ. എന്നാൽ ഇതിന് വളം മതിയാവുമല്ലോ. മറ്റേതും എല്ലാം കൂടി ഇടുമ്പോൾ അല്ലെങ്കിൽ വളം മതിയാവില്ല. വളമില്ലാഞ്ഞാൽ ഇത് നന്നാവില്ല. വളപ്പറ്റ് വേണം നല്ലപോലെ. ഇനിയിപ്പോൾ ഇതിനകത്ത് സീമക്കൊന്നയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഒരു സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ? ഇതേപോലെ ഇതും കൂടി പറിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ? ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ. എന്നാൽ ഈ സീമക്കൊന്ന ഇട്ടാലെന്ന് വെച്ചാൽ അതിൻ്റെ പ്രാണികളെല്ലാം കീടങ്ങൾ ആക്രമം കുറയും. ഈ സീമക്കൊന്ന ഇട്ടുമ്പോൾ അങ്ങനെയുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇത് വാരിയിടട്ടെ. ഇത് കമ്പോസ്റ്റ് വളം. ഇത് കമ്പോസ്റ്റ് വളം. ഇനിയിപ്പോൾ പോട്ടി മിശ്രിതം കൂടി ഇടണം. ഉണ്ടല്ലേ? ഇതേപോലെ അത് ഞാൻ പോട്ടി മിശ്രിതം എടുക്കട്ടെ. ഇത് പോട്ടി മിശ്രിതമാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച്. കണ്ടില്ലേ? ഇതേപോലെ ഇത് പുട്ടു കണ്ടല്ലോ. ഇത് കണ്ടല്ലോ നിങ്ങൾ? ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ കുത്തി നിറച്ച് നല്ലപോലെ അമർക്കണം. അല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങ് അമർന്ന് താണു പോകും. അതിനിപ്പം പരമാവധി കിട്ടുന്നത്ര നമ്മൾ അമർത്തി കൊടുത്താൽ അവർക്കത്, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇതിങ്ങനെ താണിട്ട് ഇങ്ങനെ മാളം വീണ പോലെ ആയിപ്പോവും. പിന്നാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇപ്പം കുറച്ചും കൂടി ഞാൻ ഈ വളം ഇട്ട് കൊടുക്കട്ടെ. അതാ ഇതും കൂടി കുറച്ചും കൂടി ഇട്ട്. കമ്പോസ്റ്റ് വളർന്നത് അതാണത്. നല്ലപോലെ വളമുണ്ടെങ്കിൽ മാത്രമേ നന്നാവൂല. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? കണ്ടാ? അതെയായി. ഇനിയിപ്പം ഒന്ന് നിറച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് നട്ടിട്ട് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഇതിപ്പം ഇത് തന്നെ പറിച്ച തന്നെ അത് എടുത്തിട്ട് നടാം. കണ്ടില്ലേ? ഇത് കണ്ടല്ലോ? ഞാൻ 2 എണ്ണം ഇതിൽ നടുന്നുണ്ട്. അഥവാ ഒരു സമയം ചേച്ചി ബാക്കിയായിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറേയും കൂടി വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി നടാം. ഒരു ചെറുതും കൂടി നടാം. കണ്ടില്ലേ? വലിയ ചാക്കായതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് നടുന്നത്. എന്നുവെച്ചാൽ വളരാനുള്ള ശേഷി ഇതുണ്ട്. മറ്റേ ചെറിയ ബാഗല്ല, അതുകൊണ്ട് 2 എണ്ണമാണ് ഞാൻ നടുന്നത്. എന്നാൽ ബാഗ് കുറച്ചല്ലേ വേണ്ടു. അതാണ് വളം നല്ലോണം കൊടുക്കും. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇതേപോലെ വാരി നിറക്കട്ടെ. ഇത് കണ്ടില്ലേ? ഇതെല്ലാം കാടാണ്, ബാക്കി കൂട്ടിയ കാടാണ് ഇതെല്ലാം. കണ്ടില്ലേ?
അത് വല്ലവ തേരുമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇത് ആക്കിയിട്ട് കാണിച്ചു തരാം. തൽക്കാലം ഇത് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് വേണ്ട, ഇതാണ് കൊത്തവര. അതിൻ്റെ പൂവ് വേണ്ട, നല്ലപോലെ പൂത്തിട്ട് വേണ്ട, നല്ലപോലെ പൂത്തിട്ടുണ്ടാകുന്നുണ്ട്. നല്ലപോലെ ഇത് കായ് അധികം മൂപ്പിക്കാൻ വെച്ചതാണ് വിത്തിന് വേണ്ടിയിട്ട്. ഇത് കണ്ട, ഇത് ഉള്ളി, ബീറ്റ്റൂട്ട്, ഇത് കളിക്കാനായിട്ടില്ല, ഇത് വയ്യ നട്ടതാണ്. ഇതിൽ 2-3 കളിക്കാനുണ്ട്. ആ 2 കളിച്ചിരുന്ന വേണ്ട വെച്ചിട്ടാണ്, കളിക്കാനുണ്ട്, ആയിട്ടുണ്ട്. അതിൻ്റെ ചപ്പും കൂടി ഉണങ്ങട്ടെ എന്നിട്ടാകുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ നിൽക്കാന്ന് വെച്ചാൽ ഞാനിപ്പോൾ പിന്നെ ഇത് നട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കോളിഫ്ലവർ നട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനിടയ്ക്ക് ഞാൻ നട്ടതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിനിടയ്ക്ക് ഞാൻ നട്ട കോളിഫ്ലവർ ആയത് അതേപോലെ പഴയ ആ ഇതിനകത്തുനിന്ന് വിത്തിൻ്റെ അകത്തുനിന്ന് പഴയ പൊട്ടിച്ച ആ തണ്ടിൻ്റെ അകത്തുനിന്ന് മുളച്ച് വന്ന തയ്യാന്ന്. ഇത് കണ്ട, അത് കേബേജ്, ഇത് കോളിഫ്ലവർ. ഞാൻ ആ കോളിഫ്ലവർ നിങ്ങളെ കാണിച്ചിട്ടില്ല, കേബേജാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു. ഇത് കേബേജ്. ഇത് ആ കേബേജ് വരുന്നത് അത് അത്ര വലിയ ഉഷാറായിട്ടില്ല. നോക്കാം ഉഷാറാവുമോ നോക്കട്ടെ. ഇത് കണ്ട, ഞാൻ ഇതിനിടയ്ക്ക് പറിച്ച് നട്ട ഇതായത് ചീരയായി. ഇത് കണ്ട, 2 ദിവസം അപ്പുറം പറിച്ച് നട്ട ചീരയായത്. ഇതിപ്പോൾ കണ്ടില്ല, ചേമ്പുമായത് കണ്ടല്ലോ. കൂർക്കയുടെ മുളകിൻ്റെ എല്ലാം നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നട്ട ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഞാനിപ്പം നട്ട 4 തണ്ട്, 5 വേഗിൽ നട്ടതാണ്. ഇത് കണ്ട, ഇതാണ് കോളിഫ്ലവറാണ്. ഇത് കണ്ട, ഇത് കണ്ടില്ലേ, കോളിഫ്ലവറാണ്. ഇനി ഇത് ഉഷാറാവണത്തിന് പറിച്ച് നടിച്ചോണം. ഉഷാറാടി തിരി വന്നതാണ്, പറിച്ച് നട്ടിട്ട് അത്രേ ദിവസമായിട്ടുള്ളൂ. ആ തിരി വന്നതാണ്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വിഷയവും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണണം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.